ഹായ് ഗൈസ്, എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. ന്യൂസിലൻഡുമായിട്ടാണ് മത്സരം. നോർമൽ പോലെ തന്നെ 2:30-ക്കായിരിക്കും. ജിയോ ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സിലോ നിങ്ങൾക്ക് കാണാവുന്നതാണ് തത്സമയം. പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഘട്ട മത്സരം എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു മാച്ച് മാത്രമാണിത്. ഓൾറെഡി ന്യൂസിലൻഡും ഇന്ത്യയും ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. പിന്നെ ആരൊക്കെ തമ്മിൽ മത്സരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് ബിയിൽ ഓൾറെഡി സൗത്ത് ആഫ്രിക്ക 1ാം സ്ഥാനവും അതേപോലെ ഓസ്ട്രേലിയ 2ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് എയിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ ആരാണ് ജയിക്കുന്നത് അവർ 1ാം സ്ഥാനം നേടും. ഇപ്പം ഇന്ത്യ ആണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ന്യൂസിലൻഡ് 2ാം സ്ഥാനം ആവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മത്സരിക്കുന്നത് ഓസ്ട്രേലിയ ആയിട്ടും അതേപോലെ ന്യൂസിലൻഡ് മത്സരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ആയിട്ടായിരിക്കും. ഇനി ഇന്ത്യ തോൽക്കുകയാണ്, ന്യൂസിലൻഡ് ഗ്രൂപ്പ് എയിൽ 1ാം സ്ഥാനക്കാരാവുകയാണെങ്കിൽ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ആയിട്ടും അതേപോലെ തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആയിട്ടായിരിക്കും മത്സരിക്കുന്നത്. അതായത് ഗ്രൂപ്പ് എയിലെ 1ാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരായിട്ടും ഗ്രൂപ്പ് എയിലെ 2ാം സ്ഥാനക്കാർ ഗ്രൂപ്പ് ബിയിലെ 1ാം സ്ഥാനക്കാരായിട്ടായിരിക്കും മത്സരം വരുന്നത്. അപ്പം ആരായാലും ജയിക്കാനുള്ളത് നോക്കത്തുള്ളൂ. കാര്യം ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളതില്ല. സ്ട്രോങ് ആയിട്ടുള്ള 4 ടീമാണ് വന്നിരിക്കുന്നത്. മാക്സിമം എല്ലാ കളിയും ജയിക്കാനേ നോക്കത്തുള്ളൂ. ഫൈനലിലും ജയിച്ച് കപ്പ് നേടാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് 1 സ്ഥാനം ഒന്നും നോക്കാൻ നിൽക്കത്തില്ല. അപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് പറയുന്നത് പിച്ചിന്റെ ഘടനയും അത് ആരെ ഏത് ടീമിനാണ് കൂടുതൽ അനുകൂലിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ടീം ഘടന, അത് ടീമിന്റെ ഒരു പ്രഡിക്ഷൻ 11 പ്രോബിലിറ്റി 11 ഏതായിരിക്കും എന്നുള്ളതും അവരുടെ സ്ട്രെങ്തും അതിന്റെ വീക്ക്നെസ്സും അത് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കീ പ്ലേയേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിച്ച് നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ഇന്ത്യയുടെ മാച്ചെല്ലാം നടന്നത് സെയിം പിച്ച് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെയാണ്. കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള മത്സരം, അതേപോലെ തന്നെ ഇനി മുമ്പ് കളിച്ചുള്ള പരിചയം, സ്പിന്നേഴ്സിന് അനുകൂലമായ പിച്ച്, അങ്ങനെയുള്ള പല ആനുകൂല്യവും ഇന്ത്യക്കാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ടോസ് നേടുന്ന ആരായാലും ബാറ്റിംഗ് തിരഞ്ഞെടുക്കത്തുള്ളൂ. മാക്സിമം റൺ അടിച്ചെടുക്കുക. ആവറേജ് സ്കോർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 250 ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർ മാക്സിമം 250 മേലെ അടിക്കാൻ നോക്കും. അടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാര്യം സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് ബാറ്റിലേക്ക് ബോൾ വരത്തില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ സ്പിന്നിനെയും ബേസിനെയും ഒരേപോലെ തുണയ്ക്കുന്നൊരു പിച്ചുമാണ്. അപ്പോൾ മാക്സിമം രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർക്ക് ഇച്ചിരി ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഫസ്റ്റ് ടോസ് കിട്ടുന്നവരെ തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കത്തേ ഉള്ളൂ. ഇതുവരെ നടന്ന കളികളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമുക്ക് ടീമിന്റെ ഘടനയിലേക്ക് വരാം. ഇന്ത്യൻ ടീമിന്റെ ആദ്യം നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്ത്യൻ ടീമിലുള്ള കഴിഞ്ഞ മാച്ചസ് കളിച്ചവരെ തന്നെ ഇടാനായിരിക്കും നോക്കുന്നത്. വിന്നിങ് 11 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. എന്നാലും ഒരു പക്ഷേ ഋഷഭ് പന്തിന് അല്ലെങ്കിൽ ഈ കളിക്കാത്തവർക്ക് ചാൻസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവർ സെമി ഫൈനലിൽ കയറിയിട്ടുണ്ട് ഇന്ത്യ. അപ്പം മാക്സിമം ബെഞ്ചിൽ ഇരിക്കുന്നവർക്കും നമ്മളെ ടീമിലുള്ളവരും ഒരേ ഒരു ഫോം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവിന് പകരം വരും. പിന്നെ ഹർഷിത് റാണയ്ക്ക് വരും, ഹർഷദീപ് സിംഗ് വരും. പിന്നെ അതേപോലെ തന്നെ ഋഷഭ് പന്ത് KL രാഹുലിന് പകരം വരും. അപ്പം ഇവരെ മാറ്റാനേ ചാൻസ് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ. അതേപോലെ തന്നെ ടീം ഘടന എന്ന് പറയുന്നത് രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, അത് കഴിഞ്ഞ് കോഹ്ലി വരും 1 ഡൗൺ ആയിട്ട്. ഇവർ 3 പേരും നല്ല ഫോമിലാണ്. അതേപോലെ ശ്രേയസ് അയ്യർ മിഡിൽ ഓർഡറും അതേപോലെ ഫോമാണ്. ശ്രേയസ് അയ്യർ, KL രാഹുലോ അല്ലെങ്കിൽ ഋഷഭ് പന്തോ ആയിരിക്കും അത് കഴിഞ്ഞ് വരുന്നത്. അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, ഇപ്പം ഇവർ വരും. ചിലപ്പോൾ അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ കയറ്റാൻ ചാൻസ് ഉണ്ട്. അതൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അങ്ങനെ മാറ്റിയിടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം വിന്നിങ് ടീമിനെ തന്നെ ആയിരിക്കും ഇടാൻ ചാൻസ്. എന്നാലും ഓൾറെഡി സെമി ഫൈനലാണ്. അതേപോലെ ടീമിൽ അതേ സ്ട്രെങ്ത് തന്നെ ഫോം തന്നെയാണ് ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പം മാറ്റി ട്രൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ രവീന്ദ്ര ജഡേജ, അതായത് കുൽദീപ് യാദവിന് വരും ചക്രവർത്തിയോ ചിലപ്പോൾ കയറാം, അല്ലെങ്കിൽ കുൽദീപ് യാദവ് തന്നെ വരും. കാര്യം ഫൈനലിലോട്ടൊക്കെ കൂടുതൽ അത്രയും എക്സ്പീരിയൻസ് ആവില്ല ആ പിച്ചുമായിട്ട്. ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് മുഹമ്മദ് ഷമി, അതേപോലെ ഹർഷിത് റാണ അല്ലെങ്കിൽ ഹർഷദീപ് സിംഗ്, ഇവരെ ആയിരിക്കും പ്ലേയിങ് 11 വരാൻ ചാൻസ് ഉള്ളത്. ഇനി ന്യൂസിലൻഡ് 11ലേക്ക് നമുക്ക് വരാം. വില്ലിയങ്ങും അതേപോലെ ഡേവിഡ് കോൺവേ ആയിരിക്കും ഓപ്പണിങ്ങിന് ചാൻസ് ഉള്ളത്. പിന്നെ നമ്മുടെ ഡാരിൽ മിച്ചൽ വന്നുകൊണ്ട് രജിൻ രവീന്ദ്രയ്ക്ക് ചാൻസ് കാണത്തില്ല. കഴിഞ്ഞ മാച്ചിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യക്കെതിരെ കളി ആയതുകൊണ്ട് രജിൻ രവീന്ദ്ര ഇടാൻ ചാൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഡാരിൽ മിച്ചലിനെ അവർ എവിടെയും തോന്നുന്നത് അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആയതുകൊണ്ട് ഒഴിവാക്കും തോന്നുന്നില്ല. പിന്നെ അത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. കാര്യം ഇന്ത്യൻ ടീമിന് അവർ ബൗളിങ് സ്പിന്നിങ് ആയിട്ട് നല്ല ഒരു ഇതുണ്ട് രജിൻ രവീന്ദ്രയ്ക്ക്. അപ്പം ഡിഫൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം അതുകൊണ്ട്
രജിൻ രവീന്ദ്ര ഇടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കെയ്ൻ വില്യംസൺ വരും, ടോം ലാഥം വരും, ഗ്ലെൻ ഫിലിപ്സ്, അതേപോലെ തന്നെ ബ്രൈസ്വെല്, മിച്ചൽ സാന്നർ, മാറ്റ് ഹെൻറി, കെയിൽ ജാമിയൻസൺ, വില്യം ഒറോക്ക്. അപ്പോൾ ഇവർ ഇത്രയും പേരെ ആയിരിക്കും പ്ലേയിങ് 11 വരാൻ മോസ്റ്റ്ലി ചാൻസ് ഉള്ളത്. അപ്പോൾ രജിൻ രവീന്ദ്ര, ഡാരറ്റ് മിച്ചൽ ഇവരെല്ലാം ആരെങ്കിലും ഒന്ന് മാറിയിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയായിരിക്കും ഇടാൻ ചാൻസ് ഉള്ളത്. ഇവർ കീ പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സൈഡിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് ശുഭ്മാൻ ഗില്ല് ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യറിനും ചാൻസ് ഉണ്ട്. ശുഭ്മാൻ ഗില്ലും ശ്രേയസ് അയ്യറും അതേപോലെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ 3 പേര് കീ പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനി വരാനുള്ള ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ വരുൺ ചക്രവർത്തി ഇടുവാണെങ്കിൽ വരുൺ ചക്രവർത്തിക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവർ 4 പേര് കീ പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, നല്ല പെർഫോമൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ന്യൂസിലൻഡിനെതിരെ. അതേപോലെ തന്നെ ന്യൂസിലൻഡിൽ എനിക്ക് മിക്കവാറും രജിൻ രവീന്ദ്ര ഇട്ടിട്ടുണ്ടെങ്കിൽ രജിൻ രവീന്ദ്രക്ക് ഒരു കീ പ്ലെയർ ആയിരിക്കും. അതല്ലെങ്കിൽ കെയ്ൻ വില്യംസൺ ഇന്ത്യക്കെതിരെ നല്ല ഫോമാണ്. നമ്മുടെ പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലി കളിക്കുന്ന പോലെയാണ് ഇന്ത്യക്കെതിരെ കെയ്ൻ വില്യംസൺ കളിക്കുന്നത്. അതേപോലെ തന്നെ ബൗളറിൽ എടുത്തു കഴിഞ്ഞാൽ കെയിൽ ജാമിൻസൺ നല്ല ഫോമാണ്, ഇന്ത്യക്കെതിരെ നല്ല ഫോമാണ് ആളുങ്ങൾ ചെയ്യുന്നത്, സെയിം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും. പിന്നെ അതേപോലെ തന്നെ സാന്നർ സ്പിന്നിങ് നല്ല ഇതാണ്. ഇപ്പം ദുബായിൽ പിച്ചായതുകൊണ്ട് നല്ല പാടായിരിക്കും, സാന്നറിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നോക്കാം. പിന്നെ ഇവർ 3 പേരായിരിക്കും കീ പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് കൂടുതലുള്ളത് ന്യൂസിലൻഡ് സൈഡിൽ നിന്ന്. നോർമലി കണ്ടുവരുന്ന പോലെ ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരം നടക്കുമ്പോൾ മിക്കപ്പോഴും ഇന്ത്യക്ക് അടിപതറാറുണ്ട് ന്യൂസിലൻഡിനെതിരെ. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെന്റ് ബോൾട്ട് ആയിരുന്നു. ട്രെന്റ് ബോൾട്ട് ഇല്ലാതിരിക്കുന്നത് നമുക്കൊരു ആശ്വാസമാണ്. പിന്നെ അതേപോലെ തന്നെ കെയിൽ ജാമിയൻസിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല. രോഹിത് ശർമ്മയെ എല്ലാവരും നമ്മുടെ ഇന്ത്യൻ സൈഡിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ നല്ല ഫോമിലാണ്, ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും ഇപ്പോൾ ഫോമിലായി, എല്ലാവരും ഒന്നൊഴികെ എല്ലാവരും ഫോമിലായിട്ടുണ്ട്, അതൊരു പേടി വേണ്ട. പിന്നെ മുഹമ്മദ് ഷമി നല്ലൊരു ട്രാക്കിലോട്ട് എത്തിയിട്ടില്ല, അതേ ഉള്ളൊരു പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളത്തെ കളി ജയിക്കട്ടെ. അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് കൂടി ആവും ന്യൂസിലൻഡിനെതിരെ. ഇൻ കേസ് ന്യൂസിലൻഡ് ഫൈനലിൽ വരുവാണെങ്കിലും, ഇന്ത്യയും ന്യൂസിലൻഡും ഫൈനലിൽ വരുവാണെങ്കിലും നമുക്കതൊരു ഒന്നും കൂടി ഒന്ന് അവരെ അളക്കാനുള്ളൊരു, ആ പിച്ചിൽ വെച്ച് അളക്കാനുള്ളൊരു മനസ്സിലാക്കാനുള്ളൊരു മാച്ചും കൂടി ആയിരിക്കും നാളത്തത്. അപ്പം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് ഒന്നും കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളത്തെ മാച്ചിന് ശേഷം ഞാൻ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.